ഹലോ എവരിവൺ. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്ന കീമിൻ്റെ 2018 PVQ കോംപ്ലക്സ് നമ്പേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ നമ്മൾ ഓൾമോസ്റ്റ് എന്താ പറയുക, എല്ലാ ഇയറിലെയും ക്വസ്റ്റ്യൻസ് PVQ ചെയ്യാനായിട്ട് ശ്രമിക്കും. നിലവിൽ ഇപ്പോൾ 2018 ക്വസ്റ്റ്യൻ ആണ്. ദ വാല്യൂ ഓഫ് 2 into cos 75 degree plus I 75 degree and divided by 0.2 into cos 30 degree plus I sin 30 degree എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് നമുക്ക് 5 ഓപ്ഷൻ ഇവിടെ തന്നിട്ടുണ്ട്. 5/√2 into 1 plus I, 10/√2 into 1 plus I, 10/√2 into 1 minus I, 5/√2 into 1 minus I, 1/√2 into 1 plus I. ഇത്രയാണ് നമുക്ക് തന്നിരിക്കുന്നത്. സോ അപ്പോൾ ഇതെങ്ങനെ നമുക്ക് ചെയ്യാം? ഓക്കെ, ഫൈൻ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഒരു കാര്യം വരണം. എന്താണ് ആ കാര്യം? അത് ഇതാണ്. അതായത് നമുക്കറിയുന്ന ഒരു കാര്യമാണല്ലോ. ഈ ഒരു കാര്യം അറിയണമെങ്കിൽ ഈ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് Z is equal to R into cos theta plus I sin theta, R into cos theta plus I sin theta. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാടാ? ഇതിനെ നമുക്ക് വേണമെങ്കിൽ R into ഈ cos theta plus I sin theta e raised to I theta എന്ന് എഴുതാം. I theta നമുക്ക് എഴുതാം. ഇനി cos theta minus I sin theta ആണെങ്കിലോ R into e raised to minus I theta എന്ന് വേണം എഴുതാം കേട്ടോ. ഓക്കെ, ഫൈൻ. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് നമുക്കിവിടെ അറിഞ്ഞിരിക്കണം. ഇവിടെ നോക്കിയാടാ, നമുക്കിവിടെ തന്നിരിക്കുന്നത് ഈ ഒരു ഫോമിലല്ലേ, അതായത് ന്യൂമറേറ്ററും അതേപോലെ തന്നെ ഡിനോമിനേറ്ററും തന്നിരിക്കുന്നത് നമുക്ക് ഈ ഒരു ഫോമിലാണല്ലേ. ആറിൻ്റെ സ്ഥലത്ത് ഇവിടെ ന്യൂമറേറ്ററിൽ കിടക്കുന്ന 2ഉം ഡിനോമിനേറ്ററിൽ 0.2 ആണ്. കോസ് തീറ്റ, സൈൻ തീറ്റ എല്ലാം കറക്റ്റ് ആണ്. തീറ്റയുടെ അവിടെ 75ഉം 30ഉം വന്നല്ലേ ഉള്ളൂ. സോ നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു രീതിയിൽ എഴുതാം. അപ്പം ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഫോമിൽ എഴുതാൻ വേണ്ടി പറ്റും. അപ്പോൾ 2 അതേപോലെ തന്നെ എഴുതുന്നു. എന്താ പറയുക, cos 75 plus I 75 എന്ന് പറഞ്ഞാൽ എന്താ, cos theta plus I sin theta R into e raised to I theta ആണെങ്കിൽ cos 75 plus I 75 എന്തായിരിക്കും, R എഴുതി R into e raised to I theta, തീറ്റയുടെ ഭാഗത്ത് ഇവിടെ എന്താ വന്നത് 75, റൈറ്റ്? യെസ്. ഡിവൈഡഡ് ബൈ ഇതേപോലെ തന്നെ ഡിനോമിനേറ്ററിന് എഴുതാലോ 0.2 into e raised to I 30 degree. കറക്റ്റ് ആണല്ലോ, കറക്റ്റ് ആണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ 2നെയും 0.2നെയും വേണമെങ്കിൽ കട്ട് ചെയ്യാലോ. 2ഉം 0.2ഉം കട്ട് ചെയ്യുമ്പോൾ എന്താണ് വരുന്നത്, 10 എന്നല്ലേ വരുന്നത്. എങ്ങനെയാണ് വന്നത്, അതായത് 2 divided by 0.2 ആണല്ലേ. പോയിന്റ് മാറ്റാനായിട്ട് ഡിനോമിനേറ്ററിലും ന്യൂമറേറ്ററിലും നമ്മൾ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ എന്ത് വന്നു, 20 divided by 0.2 into 10 എത്രയാടാ, 2 അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു 10. ഇങ്ങനെയല്ലേ വന്നത്. ആർക്കെങ്കിലും അറിയാത്തുണ്ടെങ്കിൽ മനസ്സിലാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് പറഞ്ഞത്. സോ അപ്പോൾ 2 divided by 0.2 ഞാൻ 10 എന്ന് എഴുതി. ഇനി ഇത് നോക്കിയാടാ, ഇത് കണ്ടോ, ഇതെങ്ങനെയാണ് കിടക്കുന്നത്, ഇത് കിടക്കുന്നത് a raised to m divided by a raised to n എന്നുള്ള രീതിയിലല്ലേ. ഇതിനെ എനിക്ക് എങ്ങനെ എഴുതാം, a raised to m minus n എന്ന് എഴുതാല്ലേ. അപ്പൊ അതേപോലെ തന്നെയല്ലേ ഇത് കിടക്കുന്നത്, e raised to I theta divided by a raised to 30. ഈ ഫോമിലല്ലേ a raised to m divided by a raised to n, that is a raised to m minus 1. അപ്പൊ എനിക്ക് ഇങ്ങനെ എഴുതാം, e raised to I 75 minus 30. ഇവിടെ ഇപ്പൊ I 75 minus I 30 എന്നാണ് വരുന്നത്. 2 ടേമിൽ നിന്ന് ഞാൻ I കോമൺ എടുത്താണ് കേട്ടോ. 2 ടേമിൽ നിന്ന് I കോമൺ എടുക്കുമ്പോൾ 75 minus 30 എന്ന് നമുക്ക് കിട്ടും. വിച്ച് ഈസ് ഈക്വൽ ടു വാട്ട്, 10 into 75 minus 30 എത്രയാ, 45 അല്ലേ. e raised to I 45. ഓക്കെ, ഫൈൻ. അപ്പൊ ഇവിടെ നിന്ന് തന്നെ നമുക്ക് മനസ്സിലായി കണ്ടോ, അതായത് നമ്മുടെ ഇവിടെ വന്നിരിക്കുന്ന ആരാണ്ടാ, 10 ആണ്. അപ്പൊ 10 ആയതുകൊണ്ട് തന്നെ ഇവിടെ 10 എന്ന് പറയുന്ന ഒരു ടേം ഉണ്ടായിരിക്കണം. അപ്പോൾ ഓപ്ഷൻ എ നമുക്ക് ഇപ്പൊ തന്നെ എലിമിനേറ്റ് ചെയ്യാം, ഓപ്ഷൻ ഡി എലിമിനേറ്റ് ചെയ്യാം, ഓപ്ഷൻ ഇ എലിമിനേറ്റ് ചെയ്യാം. ബാക്കി ഓപ്ഷൻ എയോ അല്ലെങ്കിൽ ഓപ്ഷൻ ബിയോ അല്ലെങ്കിൽ ഓപ്ഷൻ സിയോ ആയിരിക്കും വരുന്നത്.
സി നമുക്കിവിടെ തന്നിരിക്കുന്നത് എന്താ e⁻i⁴5 എന്നാണ്. e⁻i⁴5 എന്നാണ്. അപ്പൊ എന്തൊക്കെയാണെങ്കിലും പോസിറ്റീവേ വരത്തുള്ളൂ. അതുകൊണ്ട് നമുക്ക് എന്ത് സെലക്ട് ചെയ്യാം? 1+i എന്നുള്ളതാണ് നമ്മുടെ ആൻസർ എന്ന് വേണമെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്യാം. ഓക്കെ, 1+i ആണ് നമ്മുടെ ആൻസർ എന്ന് വേണമെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്യാം. ഇത് നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. കാര്യം എന്താ? ഇവിടെ e⁻i⁵ എന്നുള്ള ഫോമിലാണ്. e⁻i⁵ എന്ന് പറഞ്ഞാൽ cos θ പ്ലസ് i sin θ എന്നുള്ള രീതിയിലേ വരുള്ളൂ. ഓക്കെ, അതേസമയം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. നമുക്കിപ്പോ ഇങ്ങനെ തന്നെ വന്നു. നമ്മുടെ ഫൈനലി e⁻−i⁵ എന്നുള്ള രീതിയിലാണ്. ഇവിടെ ഒരു മൈനസ് ഉണ്ടെങ്കിൽ ഇവിടെ 10 ഉണ്ട്, ഇവിടെ മൈനസും ഉണ്ട്. അപ്പൊ നമുക്ക് ഡയറക്റ്റ് ഓപ്ഷൻ സി ആണ് ആൻസർ എന്ന് പറയാൻ വേണ്ടി പറ്റും. പക്ഷെ ഇവിടെ നമുക്ക് മൈനസ് ഇല്ലായിരുന്നു. നമ്മുടെ ആൻസറിൽ e⁻10 ഉണ്ടായിരുന്നു. 10 ഉള്ളതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? 10 ഉള്ള ബാക്കിയുള്ളതിനെല്ലാം എലിമിനേറ്റ് ചെയ്ത് 10 ഉള്ള 2 ഓപ്ഷൻ ആയി. പിന്നെ നോക്കിയപ്പോൾ e⁻i⁵ എന്ന് പറഞ്ഞാൽ അവിടെ പോസിറ്റീവ് വരത്തുള്ളൂ, നെഗറ്റീവ് ഒരിക്കലും വരാൻ വേണ്ടി പോകുന്നില്ല. അപ്പൊ എന്തായി? നമുക്ക് ഇത് വേണമെങ്കിൽ ഇങ്ങനെ സെലക്ട് ചെയ്യാം. അല്ലെങ്കിൽ കൺഫ്യൂഷൻ ഉള്ള, അങ്ങനെ അറിയത്തില്ലെങ്കിൽ കൺഫ്യൂഷൻ ഉള്ളവർ എന്ത് ചെയ്യാം? 10 e⁻i⁵ നമ്മൾ ഇങ്ങനെ തന്ന സാധനത്തിന് 6 e⁻i⁵ എന്ന് എഴുതിയ പോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാടാ? ഈ സാധനത്തിന് നേരെ തിരിച്ച് ഇങ്ങോട്ടേക്ക് ആക്കാം. സോ e⁻i⁵ 6 പോലെ തന്നെയാണ്. e⁻i⁵ എങ്ങനെ എഴുതാം? cos θ പ്ലസ് i sin θ. സോ ഇവിടെ തീറ്റയ്ക്ക് വരും 45 അല്ലേ? സോ cos 45 പ്ലസ് i sin 45 എന്ന് തോന്നും. ഫൈൻ. അപ്പൊ എന്താ വരിക? cos 45 sin 45 1/√2 ആണല്ലേ? സോ 10 × 1/√2 പ്ലസ് i 1/√2. ഓക്കെ, ഫൈൻ. രണ്ട് ടേമിൽ നിന്ന് ഞാൻ √2 കോമൺ എടുത്താൽ എന്താ വരിക? രണ്ട് ടേമിൽ നിന്ന് √2 കോമൺ എടുത്താൽ 10/√2 ഇൻറ്റു ഇവിടെ എന്താണ്? 1/√2 നമുക്ക് കോമൺ എടുക്കാം. 1/√2 കോമൺ എടുത്ത് കഴിഞ്ഞാൽ ബാക്കി ഇവിടെ എന്താ ഉള്ളത്? ഇവിടെ ഉള്ളത് 1 ഉണ്ട്. പിന്നെ ഇവിടെ എന്താ ഉള്ളത്? i ആണുള്ളത് അല്ലേ? ഇതാണ് നമ്മുടെ ആൻസർ. അപ്പോൾ നമുക്ക് ഓപ്ഷൻ ബി ആണ് ആൻസർ നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഫൈൻ. അപ്പൊ ഇങ്ങനെ ചെയ്തു നോക്കാം. നമ്മൾ എൻട്രൻസ് ആണ്, നമുക്ക് ലെസ് ടൈമിനുള്ളിൽ നമുക്ക് ആൻസർ കിട്ടണം. അപ്പൊ ഇവിടം വെച്ച് തന്നെ നിങ്ങളത് മനസ്സിലാക്കി ഓപ്ഷൻസ് കറുപ്പിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇപ്പൊ ക്യൂ പറഞ്ഞ പോലെ കമ്പ്യൂട്ടറിലാണല്ലോ അല്ലേ? ഓപ്ഷൻസ് ടിക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, ഫൈൻ. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, സോ അപ്പൊ നമ്മളെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. 2018 ചോദിച്ച അടുത്ത ക്വസ്റ്റ്യൻ ആണ്. ദ കോൺജുഗേറ്റ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ സെഡ് ഈസ് 1/1 - i. സെഡ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സാധാരണഗതിയിൽ നമുക്ക് സെഡ്, ഇപ്പൊ ഫോർ എക്സാമ്പിൾ സെഡ് എന്ന് പറഞ്ഞാൽ a+ib ആണെന്ന് വിചാരിക്കും. ഓക്കെ, സെഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? a+ib ആണെന്ന് വിചാരിക്കും. അപ്പോൾ കോൺജുഗേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? സെഡ് ബാർ ആണല്ലേ? എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? ഐയുടെ ഫ്രണ്ടിലുള്ള സിമ്പിൾ മാറ്റുക. ഐയുടെ ഫ്രണ്ടിലുള്ള പ്ലസ് ആണെങ്കിൽ മൈനസ് ആക്കുക, മൈനസ് ആണെങ്കിൽ പ്ലസ് ആക്കുക. ഇപ്പൊ ഇവിടെ ഉള്ള പ്ലസ് ആണ്, അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഈ പ്ലസിനെ മാറ്റിയിട്ട് നമ്മൾ മൈനസ് ആക്കണം. ഫൈൻ. അപ്പോൾ സെഡ് a+ib ആണെങ്കിൽ സെഡ് ബാർ അതിന്റെ കോൺജുഗേറ്റ് നമ്മൾ എങ്ങനെ എഴുതും? a-ib. എങ്ങനെ എഴുതിയത്? ഐയുടെ ഫ്രണ്ടിലുള്ള സിമ്പിളാണ് നമ്മൾ മാറ്റിയത്. എന്തിനാണ്? ഐയുടെ ഫ്രണ്ടിലുള്ള സിമ്പിളാണ് നമ്മൾ മാറ്റിയത്. ഓക്കെ, സി അങ്ങനെയാണ് ഞാൻ ചോദിക്കട്ടെ, സെഡ് ബാർ ദ ഹോൾ ബാർ എന്തായിരിക്കും? അതായത് സെഡ് ബാറിന് ഒന്നുകൂടെ നമ്മൾ കോൺജുഗേറ്റ് എടുക്കുന്നു. സെഡ് ബാർ എന്ന് പറഞ്ഞാൽ ഇതാ, നമ്മൾ പറഞ്ഞു കോൺജുഗേറ്റ് എന്ന് പറഞ്ഞാൽ ഐയുടെ ഫ്രണ്ടിലുള്ള സിമ്പിൾ മാറ്റിയാൽ മതി. അത് പ്ലസ് ആണെങ്കിൽ മൈനസ് ആക്കാം, മൈനസ് ആണെങ്കിൽ പ്ലസ് ആക്കാം. അപ്പോൾ സെഡ് ബാറിന് ഒന്നുകൂടെ നമ്മൾ കോൺജുഗേറ്റ് എടുത്തു എന്ന് പറഞ്ഞാൽ എന്താണ്? സെഡ് ബാറിന്റെ ഐയുടെ ഫ്രണ്ടിലുള്ള സിമ്പിൾ മാറ്റിയാൽ മതി. അപ്പൊ എന്ത് വരും? ഐയുടെ ഫ്രണ്ടിലുള്ള ഇപ്പൊ മൈനസ് ആണ്, അപ്പൊ എന്താവും? a+ib എന്ന് വരും. ഫൈൻ. ഇതല്ലേടാ നമ്മുടെ സെഡ് എന്ന് പറഞ്ഞാല്? ഇതല്ലേ നമ്മുടെ സെഡ്? അതെ. അപ്പൊ എന്ത് മനസ്സിലായി? സെഡ് ഡബിൾ ബാർ എന്ന് പറയുന്നത് സെഡ് തന്നെയാണ് എന്നുള്ള കാര്യം മനസ്സിലായി. ഫൈൻ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇത് വെച്ചിട്ടാണ് നമ്മൾ ഈ പ്രോബ്ലം ചെയ്യാൻ വേണ്ടി പോകുന്നത്. നോക്കിയേ, കോൺജുഗേറ്റ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്താ തന്നിരിക്കുന്നത്? കോൺജുഗേറ്റ് ഓഫ് സെഡ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. 1/i-1 എന്ന് പറഞ്ഞിട്ട് ഇതിന്റെ കോൺജുഗേറ്റ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ഫൈൻ. അങ്ങനെയാണെങ്കിൽ സെഡ് എന്താണെന്നാ ചോദിച്ചത്. സെഡ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? കോൺജുഗേറ്റിന് ഒന്നുകൂടെ എന്താണ് നമ്മൾ കോൺജുഗേറ്റിന്റെ കോൺജുഗേറ്റ് എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? സെഡ് കിട്ടും. അപ്പൊ നമുക്ക് കോൺജുഗേറ്റ് ഉണ്ട്, അതിന്റെ കോൺജുഗേറ്റ് നമ്മൾ എടുക്കും. അപ്പൊ എന്താ വരിക? ഇവിടെ പല കുട്ടികളും ചെയ്യുന്ന ഒരു കാര്യം ഞാൻ കാണിച്ചു തരാവേ. 1/i+1 എന്നാക്കും, മൈനസിനെ മറ്റി പ്ലസ് ആക്കും. ഇത് തെറ്റാണ്.
ഞാൻ എന്താ പറഞ്ഞത്, കോൺജുഗേറ്റ് എന്ന് പറഞ്ഞാൽ ഐയുടെ ഫ്രണ്ടിലുള്ള സിമ്പിളാണ് മാറ്റേണ്ടത്. ഐയുടെ ഫ്രണ്ടിലുള്ള സിമ്പിളാണ് മാറ്റേണ്ടത്. അപ്പൊ ശരിക്കുള്ള സെഡ് ഡബിൾ ബാർ എന്ന് പറഞ്ഞാൽ ഇത് എല്ലാവരും കാണിക്കുന്ന ഒരു തെറ്റാണ്. ഇങ്ങനെ ചെയ്യാൻ വേണ്ടി പാടില്ല. ഞാൻ പറഞ്ഞ ഐയുടെ ഫ്രണ്ടിലുള്ള സിമ്പിൾ മാറ്റുക. ഇവിടെ ഐ ആരാ? ഐ ഇവിടെ ഫ്രണ്ടിൽ കിടക്കുന്നത്. ഇവിടെ ഐ രണ്ടാമതായെന്നേ ഉള്ളൂ. ഓക്കെ, ഐ ഫ്രണ്ടിൽ. അപ്പൊ ഐയുടെ ഫ്രണ്ടിൽ ഇപ്പൊ എന്തുണ്ടെന്ന് അർത്ഥം? പ്ലസ് ഉണ്ടെന്നല്ലേ അർത്ഥം. ഒന്നും ഇല്ലെങ്കിൽ പ്ലസ് ഉണ്ടെന്നല്ലേ അർത്ഥം. അപ്പൊ ആ പ്ലസ് മാറ്റി നമ്മൾ മൈനസ് ആക്കണം. 1/- -i -1. ഐയുടെ ഫ്രണ്ടിലുള്ള സിമ്പിൾ മാത്രം മാറ്റിയാൽ മതി. മനസ്സിലായോ? മനസ്സിലായി. അപ്പോൾ ഇതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്, സെഡ് എന്ന് പറയുന്നത്. അപ്പോൾ സെഡ് നമുക്ക് എന്തെന്ന് കിട്ടി? 1/- -i -1. ഇതാണ് നമ്മുടെ സെഡ്. പക്ഷേ നമ്മൾ ഓപ്ഷനിലേക്ക് നോക്കുമ്പോൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നില്ല. ഇങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് അറിയോ? നമ്മൾ ഈ ഓപ്ഷനിലുള്ള പോലെ ആക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. സോ 1/, ഈ രണ്ട് ടേബിളിൽ നിന്ന് ഞാൻ എന്ത് ചെയ്യാണ്? ഒരു മൈനസിനെ ഇങ്ങനെ കോമൺ എടുക്കാൻ വേണ്ടി പോവാണ്. മൈനസിനെ കോമൺ എടുത്താൽ എന്ത് വരുവാ? ഇവിടെ ഐ വരും, ഇവിടെ +1 വരും. +i +1 വരും. ഈ മൈനസ് താഴെ ഇട്ടാലും മേളിലിട്ടാലും എല്ലാം സെയിം അല്ലേ? സോ -1/i +1. ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ എന്ന് ചോദിക്കേ? ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ? -1/i +1 ഉണ്ട്. ഓപ്ഷൻ ഡി ഇസ് ദ കറക്റ്റ് ആൻസർ. മനസ്സിലായോ? അപ്പോൾ ഈ ക്വസ്റ്റ്യനും വളരെ സിമ്പിൾ ആയിരുന്നു. നമുക്കിനി അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നമ്മൾ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഇവിടെ ഓപ്ഷൻസ് ഞാൻ എഴുതിയിട്ടില്ല അല്ലേ? ഓപ്ഷൻസ് എഴുതട്ടെ. 1 സെക്കൻഡ്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പം ഈ ക്വസ്റ്റ്യൻ അറിയണമെങ്കിൽ നിങ്ങൾ കുറച്ചധികം കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഈ ക്വസ്റ്റ്യൻ്റെ കാര്യങ്ങൾ, അതായത് ഐയുടെ പവറുകളെ പറ്റി. ഇവിടെ ഐയുടെ പവറുകൾ വെച്ചിട്ടല്ല വന്നിരിക്കുന്നത്. സോ ഐയുടെ പവറുകളെ വെച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. ഐ എന്ന് പറഞ്ഞാൽ എന്താണടാ? ഐ എന്ന് പറഞ്ഞാൽ √(-1) അല്ലേ? ഐ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? ഐ സ്ക്വയർ എന്ന് പറഞ്ഞാൽ -1 ആണ്. ഐ ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താ? ഐ ക്യൂബ് എന്ന് പറഞ്ഞാൽ ഇത് ഐ സ്ക്വയർ ആണ്. ഐ ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താ? ഐ ക്യൂബ് എന്ന് പറഞ്ഞാൽ -i ആണ്. -i ആണ്. i⁴ എന്ന് പറഞ്ഞാൽ എന്താ? i⁴ എന്ന് പറഞ്ഞാൽ എന്താ? i⁴ എന്ന് പറഞ്ഞാൽ i² × i² ആണ്. അത് എന്തെന്ന് വരും? 1 എന്ന് വരും. ഫൈൻ. പിന്നെ എന്താണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു പോയിന്റ്, (1/i) എന്ന് പറഞ്ഞാൽ എന്താ? അത് -i ആണെന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. ഓക്കെ, ഇത് ആക്ച്വലി കോൺജുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടൊക്കെയാണ്. പക്ഷെ എല്ലാം നമ്മളങ്ങനെ എന്താണ് ചെയ്ത് നോക്കുവാണെങ്കിൽ നമുക്ക് സമയം പോകും. അപ്പോൾ ചില കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വെച്ചേക്കാം, നമുക്ക് സമയം ലാഭിക്കാൻ വേണ്ടിയിട്ട്. 1 മിനിറ്റ് കുറവൊക്കെ അല്ലേ നമുക്ക് സമയം കിട്ടുള്ളൂ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട്. സോ ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്ത് വെക്കുക. ഇനി i⁵ വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും? അതൊക്കെ നമുക്ക് കാണിച്ചു തരാം കേട്ടോ. ഫൈൻ. സോ ഇതിന്റെ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇതിന്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കണം. ആദ്യം എന്താ തന്നേക്കുന്നത്? i⁻18. അപ്പോൾ i⁻18ന്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കണം. അത് എങ്ങനെയാണ് ചെയ്യുന്നത്? ചിലവർ 4ന്റെ മൾട്ടിപ്പിൾസ് ഇൻറ്റു അങ്ങനെയൊക്കെ പറയുന്നവരുണ്ട്. പക്ഷെ ഞാൻ അങ്ങനെയല്ല. ഞാൻ സാധാരണ ഇതിൽ ചെയ്യുന്നത് ഐയുടെ ഏതൊരു വാല്യൂ കണ്ടുപിടിക്കാൻ, ഇപ്പം ഒരു i⁴ വരെ നിങ്ങൾ കാണാതെ പഠിച്ചു വെക്കുക. ഇനി i⁵, i⁶ ഒക്കെ കണ്ടുപിടിക്കണമെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ, അതായത് i⁴ മുകളിലേക്കുള്ള എന്ത് വേണേൽ കണ്ടുപിടിക്കാനുള്ള ഒരു ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം. i⁴ മുകളിലേക്കുള്ള എന്ത് വേണേൽ കണ്ടുപിടിക്കാൻ, അല്ലെങ്കിൽ i⁴ ഒക്കെ കണ്ടുപിടിക്കാം, പ്രശ്നമൊന്നുമില്ല. ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കുക. ബാക്കിയുള്ള വലിയ സംഖ്യകളൊക്കെ വരുമ്പോൾ നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഒരു ട്രിക്ക് എന്ന് പറഞ്ഞാൽ, തന്നിരിക്കുന്ന പവറിനെ 4 കൊണ്ട് നിങ്ങൾ ഡിവൈഡ് ചെയ്യുക. i⁻18 നമുക്ക് കണ്ടുപിടിക്കണ്ടേ? ഫൈൻ. അപ്പോൾ ആ 18നെ നിങ്ങൾ എന്ത് ചെയ്യുക? 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 18/4 ചെയ്യുക. 18ൽ എത്ര 4 ഉണ്ട്? എത്ര 4 ഉണ്ട്? 18ൽ 4 ഉണ്ടല്ലേ? സോറി, ഇത് ഡിവിഷൻ അല്ലല്ലോ, ഫാക്ടറൈസേഷൻ. 18ൽ എത്ര 4 ഉണ്ട്? നിങ്ങൾ ഡിവൈഡ് ചെയ്യുക. 18/4. 18ൽ എത്ര 4 ഉണ്ടാ? 4 ഉണ്ട്. ഫൈൻ. 4 എത്രയാടാ? 16 അല്ലേ? ഡിവൈഡ് ചെയ്യാൻ അറിയാമല്ലോ? അറിയാം. 2. ഓക്കെ, ഇത് മൈനസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 2 അല്ലേ കിട്ടുന്നത്? അപ്പൊ റിമൈൻഡർ എത്ര കിട്ടി? റിമൈൻഡർ നിങ്ങൾക്ക് 2 എന്ന് കിട്ടി. റിമൈൻഡർ നിങ്ങൾക്ക് എത്ര എന്ന് കിട്ടി? 2 എന്ന് കിട്ടി. ഫൈൻ. ഇനി വേണമെങ്കിൽ ഇവിടെ 0 ഒക്കെ ഇട്ട് അങ്ങനെ ചെയ്യണ്ട. നിങ്ങൾ ഡെസിമൽ പോയിന്റ് ഉള്ള സംഖ്യയാക്കി നിങ്ങൾ മാറ്റണ്ട. നിങ്ങൾക്ക് എത്രയാണോ റിമൈൻഡർ അവിടെ കൊണ്ട് നിങ്ങളുടെ പരിപാടി നിർത്തി വയ്ക്കുക. ഏതാണോ റിമൈൻഡർ കിട്ടിയിരിക്കുന്നത് ആ റിമൈൻഡറുടെ ഐയുടെ പവർ ആക്കി എഴുതുക.
ഐ റേസ് ടു റിമൈൻഡർ എത്ര കിട്ടിയത് 2 ഐ സ്ക്വയർ ആക്കി എഴുതുക. ഐ സ്ക്വയർ. ഐ സ്ക്വയറിന്റെ വാല്യൂ നമുക്കറിയാം. ഐ സ്ക്വയറിന്റെ വാല്യൂ എത്രയാണ്? -1 ആണ്. -1 ആണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താ മനസ്സിലായെന്നറിയോ? ഐ റേസ് ടു 18 എന്ന് പറഞ്ഞാൽ ഐ സ്ക്വയറിന് ഈക്വൽ ആണ്. അതിന്റെ വാല്യൂ -1 ആണ്. ഇങ്ങനെ നമുക്ക് സിമ്പിൾ ആയിട്ട് വാല്യൂ കണ്ടുപിടിക്കാം. ഇനി 1 ഡിവൈഡഡ് ബൈ ഐ റേസ് ടു 25. 1 ഡിവൈഡഡ് ബൈ ഐ റേസ് ടു ഐ ദ ഹോൾ റേസ് ടു 25 എന്നാണ് തന്നിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ എന്താ? 1 റേസ് ടു 25 ഡിവൈഡഡ് ബൈ ഐ റേസ് ടു 25 എന്നാ. 1ന്റെ പവർ എന്ത് വന്നാലും 1 തന്നെയാണ്. സോ 1 ഡിവൈഡഡ് ബൈ ഐ റേസ് ടു 25. നമുക്ക് ഐ റേസ് ടു 25ന്റെ വാല്യൂ ഒന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ശ്രമിക്കാം. ഐ റേസ് ടു 25 എത്ര എന്നാണ് നമ്മളുള്ള ചോദ്യം. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യണം? 25നെ നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, എന്തിന്റെ പവർ ആണോ കണ്ടുപിടിക്കേണ്ടത് ആ പവർ നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 25 ഡിവൈഡഡ് ബൈ 4. എത്ര 4 ഉണ്ട്? 6 4 ഉണ്ട് അല്ലേ? 6 4 എത്രയാ? 24. 24. റിമൈൻഡർ എത്ര വരും? ഇത് കുറയ്ക്കുമ്പോൾ 1 വന്നു. എന്താ ചെയ്യേണ്ടത്? റിമൈൻഡറിനെ ഐയുടെ പവർ ആക്കി എഴുതുക. ഐ റേസ് ടു റിമൈൻഡർ ഐ റേസ് ടു 1. ഐ റേസ് ടു 1 എന്ന് പറഞ്ഞാൽ എന്താടാ? ഐ തന്നെയല്ലേ? ഐ റേസ് എന്തൊരു സംഖ്യ? 2 റേസ് ടു 1 2 ആണ്. 3 റേസ് ടു 1 3 ആണ്. അപ്പൊ ഐ റേസ് ടു 1 എത്രയാണ്? ഐ ആണ്. ഫൈൻ. ഐ റേസ് ടു 1 എത്രയാണ്? ഐ ആണ്. അപ്പോൾ ഐ റേസ് ടു 25 എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഐ ആണ്. സോ 1 ഡിവൈഡഡ് ബൈ, അപ്പൊ ഇങ്ങോട്ട് നോക്കിക്കോണേ, 1 ഡിവൈഡഡ് ബൈ ഐ റേസ് ടു 25 എത്രയെന്നാ കിട്ടിയത്? ഐ എന്നാ കിട്ടിയത്. ഓക്കെ, നമുക്കറിയാം 1 ഡിവൈഡ് ബൈ ഐ എന്ന് പറഞ്ഞാൽ എന്താണ്? മൈനസ് ഐ ആണ്. നമ്മളിവിടെ എഴുതിയിട്ടുണ്ടല്ലേ? 1 ഡിവൈഡ് ബൈ ഐ എന്ന് പറഞ്ഞാൽ മൈനസ് ഐ ആണ്. സോ മൈനസ് ഐ. ഐ ഡിവൈഡ് ഐ റേസ് ടു 25 എന്ന് പറഞ്ഞാൽ ഐ ആണ്. ഓക്കെ, പക്ഷെ നമുക്ക് കണ്ടുപിടിക്കേണ്ട 1 ബൈ ഐ റേസ് ടു 25. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ എഴുതിയത്. ഓക്കെ, സോ അത് മൈനസ് ഐ എന്ന് കിട്ടി. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഈ സിംപ്ലിഫൈ ചെയ്ത ആൻസർ ഇവിടെ എഴുതാലോ. ഐ റേസ് ടു 18 എന്ന് പറഞ്ഞാൽ -1 ആണ്. ഇതെന്ന് പറഞ്ഞാൽ എത്രയാണ്? മൈനസ് ഐ ആണ്. സോ ഐ റേസ് ടു 18 പകരം ഞാൻ എന്ത് എഴുതുകയാണ്? -1 പ്ലസ് മൈനസ് ഐ ദ ഹോൾ ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താടാ? എന്ന് പറഞ്ഞാൽ -1 മൈനസ് ഐ ദ ഹോൾ ക്യൂബ് ആണ്. ഇത് എ പ്ലസ് ബി ദ ഹോൾ ക്യൂബ് അല്ലെങ്കിൽ എ മൈനസ് ബി ദ ഹോൾ ക്യൂബ് എക്സ്പാൻഷൻ വെച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം. ഓക്കെ, ഈ -1 എ ആയിട്ട് വിചാരിക്കുക, ഇത് ബി ആയിട്ട് വിചാരിച്ച് നിങ്ങൾക്ക് ചെയ്യാം. അല്ലെങ്കിൽ ഇത് വേണമെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് എ മൈനസ് ബി ഹോൾ ക്യൂബിന്റെ എക്സ്പാൻഷൻ ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? രണ്ട് ടൈമിൽ നിന്ന് ഒരു മൈനസിനെ കോമൺ ആക്കി എടുക്കാം. അപ്പോൾ ഇത് 1 പ്ലസ് ഐ ദ ഹോൾ ക്യൂബ് ആവും. അപ്പോൾ ഇതിനെ ഇവിടെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? എ പ്ലസ് ബി ദ ഹോൾ ക്യൂബിന്റെ എക്സ്പാൻഷൻ കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റു രീതിയിൽ ചെയ്യാം കേട്ടോ. ഇവിടെ നിന്ന് തന്നെ എ മൈനസ് ബി ദ ഹോൾ ക്യൂബിന്റെ എക്സ്പാൻഷൻ വെച്ച് ചെയ്യാം. എന്താണ് എ പ്ലസ് ബി ദ ഹോൾ ക്യൂബിന്റെ ഇക്വേഷൻ? എ പ്ലസ് ബി ദ ഹോൾ ക്യൂബ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ വളരെ ബേസിക് ആണ്, നിങ്ങൾ മനസ്സിലാക്കണം. എ പ്ലസ് ബി ദ ഹോൾ ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താണ്? എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് പ്ലസ് 3ab 3ab ഇൻറ്റു എ പ്ലസ് ബി ഇൻറ്റു എ പ്ലസ് ബി. എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് പ്ലസ് 3ab ഇൻറ്റു എ പ്ലസ് ബി. ഓക്കെ, ഫൈൻ. ഇത് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് ബൈനോമിയൽ എക്സ്പാൻഷൻ വെച്ചിട്ട് ഇത് കണ്ടുപിടിക്കാൻ അറിയാമല്ലോ. എങ്ങാനും മറന്നു പോവുകയാണെങ്കിൽ, നമ്മൾ ബൈനോമിയൽ തിയറം എന്ന് പറയുന്ന പാഠം പഠിച്ചാണല്ലേ, അത് വെച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ചെയ്യാം. ഇവിടെ എ എന്ന് പറഞ്ഞാൽ ഇതാണ്, ബി എന്ന് പറഞ്ഞാൽ ഇതാണ്. ഓക്കെ, സോ നമ്മളിവിടെ എക്സ്പാൻഷൻ കൊടുക്കുമ്പോൾ എന്ത് വരും? ഇവിടെ എക്സ്പാൻഷൻ കൊടുക്കുമ്പോൾ എന്ത് വരും? ഒരു മൈനസ് ഇവിടെ ഉണ്ട്, നമ്മൾ മൈനസ് കോമൺ ആക്കി എടുത്തു. ഈ ബ്രാക്കറ്റിൽ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? എ പ്ലസ് ബി ഹോൾ ക്യൂബിൽ കൊടുക്കുന്നത്. സോ 1 ക്യൂബ് പ്ലസ് ഐ ക്യൂബ് പ്ലസ് 3 ഇൻറ്റു 1 ഇൻറ്റു ഐ ഇൻറ്റു ഐ 1 പ്ലസ് ഐ. ഇതല്ലേ? അതെ, മൈനസ് വെളിയിലുണ്ട്. 1 ക്യൂബ് ഐ ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താ? ഐ ക്യൂബ് മൈനസ് ഐ ആണ്. സോ 1 ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താ? 1 ക്യൂബ് എന്ന് പറഞ്ഞാൽ 1 ആണ്. 1 ക്യൂബ് എന്ന് പറഞ്ഞാൽ 1 ആണ്. ഐ ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഐ ക്യൂബ് എന്ന് പറഞ്ഞാൽ 1 ക്യൂബ് 1 ആണ്. ഐ ക്യൂബ് എന്ന് പറഞ്ഞാൽ മൈനസ് ഐ ആണ്. ആ ബോക്സിൽ നമ്മൾ എഴുതിയിട്ടുണ്ട് മൈനസ് ഐ പ്ലസ് 3 ഇൻറ്റു 1 ഇൻറ്റു ഐ എന്ന് പറഞ്ഞാൽ 3i ഇൻറ്റു 1 പ്ലസ് ഐ. ഓക്കെ, 1 പ്ലസ് ഐ. ഫൈൻ. ഇതിനെ മായിച്ചോട്ടെ, ഇതിനെ ഒന്ന് മായിക്കാണ്. നമുക്ക് സ്ഥലം പരിമിതമാണ്, നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന വിശ്വാസത്തിലാണ് നമ്മൾ മായിച്ചു കളയുന്നത്. ഓക്കെ, എന്ത് ചെയ്യുക? മൈനസ് ഉണ്ട്, 1 മൈനസ് ഐ ഉണ്ട്, പ്ലസ്
ഈ 3i നമ്മൾ എന്ത് ചെയ്യുന്നു, ബ്രാക്കറ്റിനകത്തേക്ക് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. 3i ഇൻറ്റു 1 3i, 3i ഇൻറ്റു i, 3i ഇൻറ്റു i 3i സ്ക്വയർ, 3i ഇൻറ്റു i 3i സ്ക്വയർ എന്ത് വന്നു, മൈനസ് ഇൻറ്റു 1 മൈനസ് i പ്ലസ് 3i. ഐ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഐ സ്ക്വയർ എന്ന് പറഞ്ഞാൽ -1, സോ -3 എന്ന് വരും. 3 ഇൻറ്റു -1 ഓക്കെ. സോ മൈനസ് ഓഫ്, ഇവിടെ ഒരു -i ഉണ്ട്, ഇവിടെ ഒരു +3i ഉണ്ട്. -i + 3i എന്ന് പറഞ്ഞാൽ എന്താ, 2i. 1 ഉണ്ട്, -3 ഉണ്ട്. 1 - 3 എത്രയാ, -2. ഇനി മൈനസ് നമ്മൾ അകത്തേക്ക് എടുക്കുന്നു, മൈനസിനകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് ഇൻറ്റു 2i -2i, മൈനസ് ഇൻറ്റു -2 +2. ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ? ഇങ്ങനെ ഒരു ഓപ്ഷൻ കാണുന്നില്ല. നമ്മൾ നേരെ തിരിച്ച് എഴുതുന്നു, 2, ഈ 2നെ ഫ്രണ്ടിലേക്ക് എഴുതി, 2 - 2i. ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ? ഉണ്ട്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഇത് ഞാൻ ചെയ്യാൻ നേരം ഒരുപാട് സമയം എടുത്തു. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം, ഞാൻ ഓരോ സ്റ്റെപ്പും അങ്ങനെ വന്നു ഇങ്ങനെ വന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ചെയ്തത്. നിങ്ങൾ പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ ഇത്ര സമയം എടുക്കാൻ വേണ്ടി പാടില്ല, പെട്ടെന്ന് തന്നെ ചെയ്യണം. ഞാൻ എല്ലാവർക്കും മനസ്സിലാകാൻ വേണ്ടിയിട്ട് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ ഫൈൻ. അപ്പോൾ നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോയാലോടാ. ഓക്കെ, അപ്പോൾ നമ്മൾ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ദ മോഡുലസ് ഓഫ് 1 + i ഡിവൈഡ് ബൈ 1 - i മൈനസ് 1 - i ഡിവൈഡ് ബൈ 1 + iയുടെ വാല്യൂ നമ്മളോട് കാണാൻ വേണ്ടി പറഞ്ഞു. ഇതിൻ്റെ മോഡുലസ് ആണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യണം, ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് എന്ത് ചെയ്യണം, ഒരു സെഡ് a + ib എന്നുള്ള ഫോമിലേക്ക് മാറ്റി ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് എന്നിട്ട് അതിൻ്റെ മോഡുലസ് എടുക്കാം. മോഡുലസ് എടുക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്, അതായത് സെഡ് എന്ന് പറഞ്ഞാൽ a + ib ആണെങ്കിൽ ഇതിൻ്റെ മോഡുലസ് ഓഫ് സെഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, റിയൽ പാർട്ടിൻ്റെ ഇമാജിനറി പാർട്ടിൻ്റെ സ്ക്വയർ, a² + b² എടുത്താൽ മതി. ഇതാണ് ഇതിൻ്റെ മോഡുലസ് എന്ന് പറയുന്നത്. ഫൈൻ. പക്ഷേ ഇവിടെ എന്താ ചെയ്യേണ്ടത്, ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് നിങ്ങൾ a + ib എന്നുള്ള ഫോമിലേക്ക് ആക്കുക, എന്നിട്ട് എയുടെയും ബിയുടെയും സ്ക്വയർ എടുക്കുക. പക്ഷെ ഇവിടെ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് സമയം പോകും. നിങ്ങൾക്ക് അങ്ങനെ ചെയ്താൽ ആൻസർ കിട്ടും. പക്ഷെ നിങ്ങൾ ഒരു കാര്യം ഇവിടെ ശ്രദ്ധിച്ചോ, 1 + i എന്ന് പറയുന്നുണ്ട്, മൈനസ് 1 + i ഡിവൈഡ് ബൈ 1 - i ആൻഡ് 1 - i ഡിവൈഡ് ബൈ 1 + i. അതായത് ഇവിടെ എന്താണോ തന്നിരിക്കുന്നത്, ഫസ്റ്റ് ടേമിന്റെ റെസിപ്രോക്കലാണ് സെക്കൻഡ് ടേം എന്ന് പറയുന്നത്. ഫസ്റ്റ് ടേമിന്റെ റെസിപ്രോക്കലാണ് സെക്കൻഡ് ടേം എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്തായിരിക്കും, ഫസ്റ്റ് ടേമിൽ നമുക്ക് എന്താണോ കിട്ടുന്നത്, ഫസ്റ്റ് ടേമിന്റെ ഉത്തരം നമുക്ക് എന്താണോ കിട്ടുന്നത്, അതിന്റെ നേരെ റെസിപ്രോക്കലായിരിക്കും സെക്കൻഡ് ടേമിന്റെ ഉത്തരം. അപ്പോൾ നിങ്ങൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ഒരുപാട് സമയം കളയരുത്. നമുക്ക് ആദ്യം ഫസ്റ്റ് ടേമിന്റെ ഉത്തരം കണ്ടുപിടിക്കാം, അതിന്റെ റെസിപ്രോക്കലായിരിക്കും മറ്റേ ടേം. ഫൈൻ. സോ അപ്പോൾ ഞാൻ ഈ ഫസ്റ്റ് ടേം മാത്രം എടുക്കുകയാണ്. 1 + i ഡിവൈഡ് ബൈ 1 - i. ഇതിന്റെ എന്താണ് ആൻസർ നമുക്ക് കണ്ടുപിടിക്കാം. ഇതിന്റെ ആൻസർ എങ്ങനെ കണ്ടുപിടിക്കുക, കോൺജുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. കോൺജുഗേറ്റ് എത്ര വരും, 1 + i അല്ലേ. കോൺജുഗേറ്റ് എന്ന് പറഞ്ഞാൽ ഡിനോമിനേറ്ററിന്റെ കോൺജുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഡിനോമിനേറ്റർ 1 + i ആണെങ്കിൽ അതിന്റെ കോൺജുഗേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഐയുടെ സിമ്പിൾ മാറ്റിയാൽ മതി. 1 + i ഇൻറ്റു 1 + i. Fine. Yes. This is equal to what? 1 into 1 plus 1 into i plus I into 1 I plus I into I square divided by ഇത് a plus b into a minus b ഉള്ള ഫോമിലല്ലേ, a plus b into a minus b എന്നുള്ള ഫോമിലല്ലേ ഇത് കിടക്കുന്നത്, a minus b എന്നുള്ള ഫോമിലല്ലേ. എന്ന് പറഞ്ഞാൽ a² minus b² അല്ലേ. ഇവിടെ a എന്ന് പറഞ്ഞാൽ ആരാണ്, 1 ആണ്. 1² മൈനസ് b എന്ന് പറഞ്ഞാൽ ആരാണ്, I² ആണ്. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ ചെയ്തതേ ഉള്ളൂ. I² എന്ന് പറഞ്ഞാൽ ആരാണ്, I² എന്ന് പറഞ്ഞാൽ -1 ആണ്. ഫൈൻ, I² എന്ന് പറഞ്ഞാൽ -1 ആണ്. സോ I² ഉള്ളിടത്തുള്ള -1 കൊടുക്കൂ. I plus I, ഇവിടെ ഒരു I² ഉണ്ട്, സോ -1 കൊടുക്കുന്നു. ഡിവൈഡഡ് ബൈ 1², I²ന്റെ വാല്യൂ -1 മൈനസ് I² എത്ര, -1 മൈനസ് ഓഫ് -1 ദാറ്റ് ഈസ് ഈക്വൽ ടു ഈ +1ഉം -1ഉം കട്ട് ചെയ്ത് പോകും. I plus I 2i വരും. ഡിവൈഡഡ് ബൈ എന്ത് വരും, I² 1² -1, 1² എന്ന് പറഞ്ഞാൽ 1 ആണ്. 1 + 1 അല്ലേ, 1 + 1 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു
2i ഡിവൈഡഡ് ബൈ 2, ദാറ്റ് ഈസ് 2ഉം 2ഉം കട്ട് ചെയ്ത് പോകുമ്പോൾ i എന്ന് കിട്ടി. അപ്പോൾ ഫസ്റ്റ് ടേമിൻ്റെ ആൻസർ എന്തെന്ന് കിട്ടി? എവിടെ? ഇതിൻ്റെ ആൻസർ i ആണെങ്കിൽ ഇതിൻ്റെ റെസിപ്രോക്കൽ അല്ലേ ഈ സാധനം. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ത് വരും? 1 ഡിവൈഡഡ് ബൈ i, റൈറ്റ്? യെസ്. സോ എന്ത് വരും? i മൈനസ് 1 ഡിവൈഡഡ് ബൈ i. യു നോ ദാറ്റ് 1 ബൈ i എന്ന് പറഞ്ഞാൽ എന്താ? 1 ബൈ i എന്ന് പറഞ്ഞാൽ മൈനസ് i. ഇത് കാണാതെ പഠിച്ചിരിക്കാൻ ഞാൻ പറഞ്ഞായിരുന്നു. സോ i മൈനസ് i എന്ന് പറഞ്ഞാൽ എന്ത് വന്നു? 2i വന്നു. ഉണ്ടോ? അത് സിംപ്ലിഫൈ ചെയ്ത് നമുക്ക് ഇപ്പം ഇങ്ങനെ കിട്ടി. ഇവിടെ ഇമാജിനറി പാർട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ അതിൻ്റെ റിയൽ പാർട്ട് 0 ആണെന്ന് അർത്ഥം അല്ലേ? 0 പ്ലസ് 2i. ഇമാജിനറി പാർട്ട് മാത്രമുള്ളെങ്കിൽ റിയൽ പാർട്ട് 0, റിയൽ പാർട്ട് മാത്രമുള്ളെങ്കിൽ ഇമാജിനറി പാർട്ട് 0 എന്ന് കിട്ടി. സോ ഇതിപ്പോൾ എന്തായി? a പ്ലസ് ഐ ബി എന്നുള്ള ഫോമിലായില്ലേ i. ഇനി ഇതിൻ്റെ കോൺജുഗേറ്റ് എന്ത് വരും? അല്ല സോറി, ഇതിൻ്റെ മോഡുലസ് എന്ത് വരും? റൂട്ട് ഓഫ് a സ്ക്വയർ പ്ലസ് b സ്ക്വയർ, 0 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ, ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് 4 2 എന്ന് കിട്ടും. ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ. അങ്ങനെ ഇത് ചെയ്തപ്പോൾ ഒരുപാട് സമയം പോയി. നിങ്ങൾ പെട്ടെന്ന് തന്നെ ചെയ്യാനാണ് കേട്ടോ. ഓക്കെ, ഇപ്പം തന്നെ വീഡിയോയുടെ ലെങ്ത് ഏകദേശം 1/2 മണിക്കൂറിനധികമാകാറായി. അവിടെ നമുക്ക് നിലവിൽ ഇപ്പോൾ വീഡിയോ ഇവിടെ കൊണ്ട് നിർത്താം. ഇനിയും 2018 PVQ ഉണ്ട്. നമുക്ക് ഇതും ഇതിന് മുമ്പുള്ളതൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.